മനുഷ്യർക്ക് മുൻപേ ഭൂമിയിൽ കഴിഞ്ഞവർ രണ്ട് വിഭാഗങ്ങളായിരുന്നു: ജിന്നുകളും ഭിന്നുകളും. കാമവും ക്രോധവും നൽകപ്പെട്ട വിഭാഗമാണ് ജിന്നുകൾ. ജിന്നുകളെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അദൃശ്യരൂപികളാണ് ജിന്നുകൾ. ജിന്നുകൾ വിവിധ രൂപം സ്വീകരിക്കാൻ കഴിയും. അവർക്കിടയിൽ ബുദ്ധിമാന്മാരും മണ്ടന്മാരുമുണ്ട്, ധനികരും ദരിദ്രരുമുണ്ട്, നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരുമുണ്ട്. നന്മ ചെയ്യുന്നവർ സ്വാലിഹീങ്ങൾ, തിന്മ ചെയ്യുന്നവർ ശൈത്താന്മാരും. അവർക്കിടയിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹിതരാവുകയും വംശവർധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ജിന്നവർഗത്തെക്കുറിച്ച് ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അന്ത്യനാളിൽ മനുഷ്യരെല്ലാം വിചാരണ ചെയ്യപ്പെടും. അതുപോലെ ജിന്നുകളും വിചാരണ ചെയ്യപ്പെടും. മനുഷ്യർ ഭൂമിയിൽ എത്തുന്നതിൻ്റെ എത്രയോ കാലം മുമ്പ് ജിന്നുകൾ ഭൂമിയിലുണ്ടായിരുന്നു. അവർ 3 വിഭാഗമാണെന്ന് പറയപ്പെടുന്നു. 1. വായുവിൽ സഞ്ചരിക്കുന്നവർ. 2. പട്ടി, പാമ്പ് തുടങ്ങിയവ രൂപം സ്വീകരിക്കുന്നവർ. 3. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നവർ. കാഫ് മലയിലും പരിസരങ്ങളിലും ജിന്നുകൾ തിങ്ങി താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. അഹ്ഷാൻ എന്ന ജിന്ന് രാജാവിൻ്റെ പ്രജകളാണത്രേ ഇവർ. പിൽക്കാലത്ത് കലാപങ്ങളും കലഹങ്ങളും സജീവമായിട്ട് നടന്നു. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായി ഒരു കൊടുങ്കാറ്റ് മൂലം അവരെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുകയായിരുന്നു. ജിന്നുകൾക്ക് ശേഷം ഭിന്നുകൾ ഭൂമിയിൽ ജീവിച്ചു. അവരും അക്രമ മനോഭാവമുള്ളവരായിരുന്നു. ഇവരും നശിക്കപ്പെട്ടു. പിൽക്കാലത്ത് ജിന്നുകൾ സജീവമായി. ഒരു കൂട്ടം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നും വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. അവർ നബിയിൽ വിശ്വസിച്ചു. തങ്ങളുടെ ജനതയെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇത് കാണിച്ചുകൊണ്ടുള്ള ഖുർആനിലെ അധ്യായം ആണ് സൂറത്തുൽ ജിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയുക: ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടുവെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു: നിശ്ചയമായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ ആരെയും പങ്കുചേർക്കുകയില്ല. മനുഷ്യവാസത്തിന് ഏറെ മുൻപ് തന്നെ ജിന്നുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. മനുഷ്യവാസത്തിന് ശേഷവും അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ജിന്നുകളിൽ മുസ്ലിമുകളും കാഫിറുകളുമുണ്ട്. മുസ്ലിം ജിന്നുകൾ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ്. കാഫിര്യങ്ങളായ ജിന്നുകൾ ശൈത്താന്മാരാണ്. ജിന്നിന് ശരീരമുണ്ട്. അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അവർ വസ്ത്രം ധരിക്കുന്നവരാണ്. മുസ്ലിം സ്ത്രീകളായ ജിന്നുകൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നവരാണ്. അവർ 2 കാലിലും ചെരുപ്പ് ധരിക്കുന്നവരാണ്. പിശാചുക്കൾ ഒരു കാലിൽ മാത്രമേ ചെരുപ്പ് ധരിക്കുകയുള്ളൂ.